നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിഗ്രിയിൽ നിന്നും റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. ഇന്ന് നമുക്ക് അതിന്റെ ബാക്കിയായിട്ട് ഒരു 2-3 പ്രോബ്ലംസ് കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രോബ്ലം -56 ഡിഗ്രി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഡിഗ്രിയിൽ നിന്നും റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ π/180 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഒരു ഡിഗ്രി എന്ന് പറയുന്നത് π/180 റേഡിയൻ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം -56 ഡിഗ്രി ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. -56 ഡിഗ്രി ആണ് തന്നിരിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു -56 ഇൻറ്റു π/180 റേഡിയൻ. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ 4 കൊണ്ട് കട്ട് ചെയ്യുവാണെങ്കിൽ ഇത് 14 വരും, ഇവിടെ 45 വരും. അപ്പം ഫൈനൽ ആൻസർ വരുന്നത് -14 π/45 റേഡിയൻ ആയിരിക്കും. ഓക്കെ, അടുത്ത പ്രോബ്ലം -7 ഡിഗ്രി 30 മിനിറ്റ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇതിനു മുമ്പ് ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിനിറ്റിനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 30 മിനിറ്റ് എടുത്തു, നമ്മളതിനെ ഡിവൈഡ് ബൈ 60 ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1/2 ഡിഗ്രിയാണ്. ഇതിനെ നമ്മൾ ഇനി ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതും. അപ്പം 7 1/2 ഡിഗ്രി. അപ്പോൾ ഈ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് ഒന്നുകൂടെ കൺവേർട്ട് ചെയ്യും. അപ്പം 7 × 2 + 1, അതായത് 15/2 ഡിഗ്രി. ഇനി നമ്മൾ ഈ 15/2 ഡിഗ്രിയെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു 15/2 ഇൻറ്റു π/180 റേഡിയൻ. ഇപ്പം 15നെ 180യെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 1 വരും, ഇത് 12 വരും. വിച്ച് ഈസ് ഈക്വൽ ടു π/24 റേഡിയൻ. ഇതാണ് ഫൈനൽ ആൻസർ വരും. ഓക്കെ, നമ്മളിനി മൂന്നാമത്തെ പ്രോബ്ലം ഒരു വേർഡ് പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. The difference between the two acute angles of a right-angled triangle is 2π/5 radians. Express the angles in degrees. അതായത് നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പം അതിൽ അക്യൂട്ട് ആംഗിൾസ്, അതായത് <90 ഡിഗ്രി വരുന്ന ആംഗിളുകളുടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 2π/5 റേഡിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ആംഗിളും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്. നമുക്കറിയാം, ഒരു ട്രയാങ്കിൾ എന്ന് പറയുവാണെങ്കിൽ 180 ഡിഗ്രിയാണ്. ഇവിടെ ഇപ്പം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. അപ്പം റൈറ്റ് ആംഗിൾഡ് വരുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ആംഗിൾ 90 ആയിരിക്കും. ഇതിലിപ്പം ഈ ഒരു ആംഗിൾ 90 ആണ്. അപ്പം ബാക്കി രണ്ട് ആംഗിളുകൾ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും <90 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മ് വരുമ്പോൾ 90 ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഇതിനെ എ എന്നും ഇതിനെ ബി എന്നും പിന്നെ സി എന്നും കൊടുക്കാം. അപ്പോൾ അതിൽ ഓൾറെഡി ബി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം എ പ്ലസ് സി എന്ന് പറയുന്ന ആംഗിൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഈ അക്യൂട്ട് ആംഗിളുകളുടെ ഡിഫറൻസ് എടുത്തു കഴിയുമ്പോൾ അത് 2π/5 ആണ്. അപ്പം ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ചെയ്യണം. അപ്പം എ മൈനസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 2π/5. ഇതിപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് റേഡിയനിലാണ്. ഇതിനെ നമ്മൾ ഡിഗ്രിയിലോട്ട് ആദ്യം കൺവേർട്ട് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ 2π/5 ഇൻറ്റു 180/π ചെയ്യണം. അപ്പം 180/π ചെയ്യുമ്പോൾ ഡിഗ്രിയിലോട്ട് മാറുമ്പോൾ
5 കട്ട് ചെയ്ത് പോയി 5 ഇൻറ്റു 5 1 36 അപ്പം 72 ഡിഗ്രി. അപ്പം നമുക്കിപ്പോൾ ആ റേഡിയനെ നമ്മൾ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്കറിയാം നമ്മൾ ഓൾറെഡി 2 ഇക്വേഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇക്വേഷൻസിൽ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ 1 എന്നും ഈ രണ്ടാമത്തെ ഇക്വേഷൻ 2 എന്നും കൊടുക്കാം. അപ്പം ഇക്വേഷൻ 2നെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് ആംഗിൾ എ മൈനസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 72 ഡിഗ്രി ആണ്. അതായത് 2π/5നെ നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പം ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ 2 into angle A is equal to 162 എന്ന് വരും. 162 ഡിഗ്രി. അപ്പോൾ അതിൽ നിന്ന് ആംഗിൾ A is equal to 162 ഡിഗ്രി by 2 which is equal to 81 ഡിഗ്രി. ഇതാണ് ആംഗിൾ എ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടിയ ഈ ആംഗിൾ എ നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതായത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1. അപ്പോൾ നമുക്ക് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ എ എന്ന് പറയുന്നത് 81 ഡിഗ്രി ആണ്. പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി മൈനസ് 81 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു 9 ഡിഗ്രി. അതായത് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 81 ഡിഗ്രി, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, ആംഗിൾ സി ഈസ് ഈക്വൽ ടു 9 ഡിഗ്രി. അപ്പോൾ ടോട്ടൽ 180 ഡിഗ്രി. ഇതാണ് ഫൈനൽ ആൻസർ വരെ. താങ്ക് യു.